ഫെബ്രുവരി 13 വ്യാഴാഴ്ച. മാർക്കോസ് 7:24 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായന ആരംഭിക്കുന്നത് ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യേശു ശ്രമിക്കുന്നതായിട്ടാണ്. യേശു ക്ഷീണിതനായിരുന്നു. വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും അവന് സമയം ആവശ്യമായിരുന്നു. തനിക്കും ശിഷ്യന്മാർക്കും തനിച്ചായിരിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് അവൻ ആഗ്രഹിച്ചു. അങ്ങനെ യേശു ടയറിലേക്ക് പോകുന്നു. ഇസ്രായേല്യർ അശുദ്ധരായി കണക്കാക്കുന്ന ഒരു പ്രദേശമായിരുന്നു ടയറിലെ ജനങ്ങൾ. എന്നിരുന്നാലും അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയുടെ അമ്മ യേശു ടയറിലുണ്ടെന്ന് കേട്ട് അവൻ താമസിച്ചിരുന്ന വീട്ടിൽ പ്രവേശിച്ചു. ആ സ്ത്രീ ഒരു ഗ്രീക്ക് വനിതയായിരുന്നു. അന്ന് യഹൂദ സമൂഹം എല്ലാ ഗ്രീക്കുകാരെയും നായ്ക്കളായി കണക്കാക്കിയിരുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഈ സ്ത്രീ ഏറ്റവും താഴ്ന്നവരിൽ ഒരാളായിരുന്നു. അതിനാൽ അവൾ യേശുവിൽ നിന്ന് അകലം പാലിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ സ്ത്രീ നിരാശയും അതേസമയം പ്രതീക്ഷയും ഉള്ളവളായിരുന്നു. അവൾ യേശുവിനെ സമീപിച്ചപ്പോൾ അവൾ എന്തിനാണ് അവിടെ വന്നതെന്ന് യേശു അവരോട് ചോദിച്ചു. ഒരു ഗ്രീക്ക് സ്ത്രീ തന്നെ സമീപിക്കുന്നത് വളരെ അസാധാരണമാണെന്ന് യേശു മനസ്സിലാക്കി. ഇതൊക്കെയാണെങ്കിലും ആ സ്ത്രീ യേശുവിനോട് നേരിട്ട് സംസാരിച്ചു. യജമാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കൾക്ക് പോലും തിന്നാൻ അനുവാദമുണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞു. യേശു അവൾക്ക് നൽകിയേക്കാവുന്ന കഷ്ണം കൊണ്ട് അവൾ തൃപ്തയാകും. അവൾ പ്രതീക്ഷിച്ച ആ അപ്പക്കഷ്ണം അവളുടെ മകൾക്ക് വീണ്ടും സൗഖ്യം തിരിച്ചു നൽകി. ആ സ്ത്രീയുടെ വിശ്വാസത്തിലും ധൈര്യത്തിലും യേശു അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ അവളെ ബാധിച്ചിരുന്ന ഭൂതം അവളെ വിട്ടുപോയെന്ന് അവൻ അവളോട് പറഞ്ഞു. ആ സ്ത്രീ വീട്ടിലെത്തിയപ്പോൾ അവളുടെ മകൾ സുഖമായിരിക്കുന്നത് കണ്ടു. ഈ സുവിശേഷ ഭാഗം നമ്മെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, നാം എല്ലാവരും തന്നെ അശുദ്ധരാണെന്നും അതിനാൽ യേശുവിനെ സമീപിക്കാൻ യോഗ്യരല്ലെന്നും അംഗീകരിക്കാൻ നമുക്ക് എളിമയുണ്ടായിരിക്കണം. രണ്ടാമതായി, യേശുവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി യാചിക്കാൻ ആ സ്ത്രീയുടെ ധൈര്യം നമുക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അവന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും മറ്റുള്ളവരിലേക്കും രോഗികളിലേക്കും അശുദ്ധരിലേക്കും എത്തിച്ചേരുക എന്നതാണ് അവൻ്റെ ദൗത്യമെന്നും നമുക്ക് വിശ്വസിക്കാം. അവസാനമായി, രക്ഷ എല്ലാവർക്കും വേണ്ടിയാണെന്ന് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ഒരു ചെറിയ പ്രദേശത്താണ് യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചതെങ്കിലും എല്ലാ ജനതകളിലേക്കും സുവിശേഷം പ്രചരിപ്പിക്കുക എന്നതാണ് അവൻ്റെ കൽപ്പന. നമ്മുടെ ജീവിതത്തിലെ ഭൂതം എന്താണ്? നമ്മൾ യേശുവിനോട് എന്താണ് ചോദിക്കുന്നത്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ ഫ്രം ബാംഗ്ലൂർ.